ഹലോ ഗൈസ്, വെൽക്കം ടു ജെനുവിൻ പി എസ് സി ആസ്പിറൻറ്റ്. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ ഡിഗ്രി ലെവൽ പി എസ് സി എക്സാംസിൻ്റെ ഒരു ക്രൊണോളജിയെ കുറിച്ചാണ്. ക്രൊണോളജി എന്ന് പറയുമ്പോൾ പ്രിലിംസ് മുതൽ ഒരു അഡ്വൈസ് മെമ്മോ വരെ എത്ര ടൈം എടുക്കും ഒരു ആസ്പിറൻ്റ് ജോലിയിൽ കയറാൻ, എത്ര ടൈം എടുക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു അനാലിസിസ് വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് 669/2022 SI ലിസ്റ്റിനെ കുറിച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നോട്ടിഫിക്കേഷൻ വന്നത് December 31, 2022 പ്രിലിംസ് നടന്നത് April 29, May 13, May 27 എന്നിങ്ങനെ 3 ഫേസുകളിലായിട്ട് പ്രിലിംസ് നടന്നു. പ്രിലിംസിൻ്റെ റിസൾട്ട് July 21, ഏകദേശം 3 മാസങ്ങൾക്ക് ശേഷമാണ് July 21 പ്രിലിംസിൻ്റെ റിസൾട്ട് വരുന്നത്. കട്ട് ഓഫ് 45.45 ആയിരുന്നു. അതിനുശേഷം മെയിൻസ് എക്സാം August 23, 2023 നടന്നു. അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് November 22 ഇട്ടത്. അന്ന് കട്ട് ഓഫ് 43.33. പിന്നീട് ഫിസിക്കൽ February 2. അതൊരു ഏകദേശ ഡേറ്റ് ആണ്, കാരണം February 1 പിന്നെ January 31 ഇങ്ങനെ പല ദിവസങ്ങളിലായിട്ടായിരുന്നു ഫിസിക്കൽ. ആ ഫിസിക്കലി ജയിച്ചവരുടെ ഷോർട്ട് ലിസ്റ്റ് February 26 ഇടുകയും പിന്നീട് അതിൻ്റെ ഇൻ്റർവ്യൂ May 2 അതേപോലെ പല ദിവസങ്ങളിൽ ഇൻ്റർവ്യൂ നടക്കുകയും ഫൈനൽ റാങ്ക് ലിസ്റ്റ് June 7, 2024 പബ്ലിഷ് ചെയ്യുന്നത്. ഇതിൽ നിന്നും അഡ്വൈസ് മെമ്മോ ഈ അടുത്ത സമയത്താണ് ഫസ്റ്റ് അഡ്വൈസ് November 25, 2024 അത് 4 NJD 4 എണ്ണം മാത്രമാണ് ഇപ്പോൾ അഡ്വൈസ് മെമ്മോ ആയിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ 2022 നോട്ടിഫിക്കേഷൻ വന്ന എക്സാമിൻ്റെ ആദ്യത്തെ അഡ്വൈസ് മെമ്മോ പോകുന്നത് November 25, 2024. സംവാട്ട് 2 കൊല്ലത്തെ ഒരു ടൈം ഗ്യാപ്പ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇനി അടുത്തൊരു ലിസ്റ്റ് നമുക്ക് നോക്കാം. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ 486/2022. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ December 31, 2022 വന്നു. പ്രിലിംസിൻ്റെ ഡേറ്റും സെയിം ആയിരുന്നു. പ്രിലിംസിൻ്റെ റിസൾട്ടും ഏകദേശം അതേ ഡേറ്റിൽ തന്നെ. കട്ട് ഓഫ് 50.59 ആയിരുന്നു. ഇതിൻ്റെ മെയിൻസ് എക്സാം നടന്നത് August 26. SIക്ക് 3 ദിവസത്തിന് ശേഷമായിരുന്നു മെയിൻസ് എക്സാം നടന്നത്. ഷോർട്ട് ലിസ്റ്റ് വരുന്നത് January 4, 2024 കട്ട് ഓഫ് 57 ആയിരുന്നു. എന്നിട്ട് ഇതിൻ്റെ വെരിഫിക്കേഷൻ നടക്കുന്നത് January 17, 18, 22 എന്നീ 3 ദിവസങ്ങളിലായിരുന്നു വെരിഫിക്കേഷൻ നടന്നത്. അതിനുശേഷം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് March 11, 2024 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. അതിനുശേഷം ഫസ്റ്റ് അഡ്വൈസ് സ്റ്റാർട്ട് പോകുന്നത് June 24, 2024. 60ഓളം അഡ്വൈസുകളാണ് അന്ന് പോയത്. ഓക്കെ, അതും ആക്ച്വലി നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ 1.5 years എടുത്തു ഇതിൻ്റെ ആദ്യത്തെ ഒരു അഡ്വൈസ് പോകാനായിട്ട്. ഇനി നമുക്ക് ഇപ്പോഴത്തെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ ലിസ്റ്റ് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നോട്ടിഫിക്കേഷൻ December 29, 2023 വരുന്നത്. പ്രിലിംസ് May 11, 25, June 15 എന്നീ തീയതികളിലാണ് നടന്നത്. അത് ലോക്സഭ ഇലക്ഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഒന്ന് എക്സ്റ്റെൻഡ് ആവുകയായിരുന്നു. 1 മാസത്തോളം എല്ലാ എക്സാമും എക്സ്റ്റെൻഡ് ആയിപ്പോയി. പ്രിലിംസിൻ്റെ റിസൾട്ട് July 31 വന്നു. കട്ട് ഓഫ് 44.66 ആയിരുന്നു. എന്നിട്ട് മെയിൻസ് എക്സാം നടക്കുന്നത് September 26, 2024. ഷോർട്ട് ലിസ്റ്റ് വരുന്നത് November 27. കട്ട് ഓഫ് 47 ആയിരുന്നു ഇത്തവണത്തെ കട്ട് ഓഫ്. ഇനി ബാക്കിയെല്ലാം എൻ്റെ ഒരു അനുമാന ഡേറ്റുകളാണ്. എന്ന് പറയുമ്പോൾ ഫിസിക്കൽ January, February 2025 നടക്കുന്നത്. ലാസ്റ്റ് ഓഫ് January ആൻഡ് ഫസ്റ്റ് ഓഫ് February ഷോർട്ട് ലിസ്റ്റ്. എന്നിട്ട് അതിൻ്റെ February തന്നെ ഇടുകയും ഇൻ്റർവ്യൂ April 2025 തന്നെ നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവസാന റാങ്ക് ലിസ്റ്റ് June 2025 വരികയും ചെയ്യും. എന്തായാലും റാങ്ക് ലിസ്റ്റ് June 2025 വരും, കാരണം കഴിഞ്ഞ ലിസ്റ്റ് June 7 വരെ ഉണ്ട്. 2025 June 7 വരെ അതിൻ്റെ കാലാവധിയുണ്ട്. ഇനി പഞ്ചായത്ത് സെക്രട്ടറിയുടെ എക്സാം നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. 571/2023 നോട്ടിഫിക്കേഷൻ വന്നത് December 29. പ്രിലിംസ് May 11 പഴയതുപോലെ തന്നെ. കട്ട് ഓഫ് 49.73 ആയിരുന്നു. മെയിൻസ് എക്സാം നടന്നത് November 9. ഇതിൻ്റെയും ഒരു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു സാധ്യത പോലെ മാത്രമേ പറയാൻ പറ്റൂ. ഷോർട്ട് ലിസ്റ്റ് ജനുവരിയിൽ വരാൻ സാധ്യതയുണ്ട്. ഇൻ്റർവ്യൂ മാർച്ചിലും
റാങ്ക് ലിസ്റ്റ് ഏപ്രിൽ അല്ലെങ്കിൽ മെയ് 2024. ഇതിൽ ഇൻ്റർവ്യൂ ഉണ്ടെന്നുള്ളത് വലിയ ഉറപ്പില്ല. ഞാൻ പക്ഷേ ഒരു ഗസറ്റഡ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇൻ്റർവ്യൂക്ക് സാധ്യത ഉണ്ടെന്ന് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഇത്രയായിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പം ഇതെൻ്റെ ആദ്യത്തെ ഫസ്റ്റ് വീഡിയോ ആണ്. എന്തുകൊണ്ട് ഇത്തരം ഒരു വീഡിയോ ഇട്ടു എന്നുള്ളത്, ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം ഉടനെ നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ വരും. അപ്പോൾ പല ഉദ്യോഗാർത്ഥികളും അതിനുവേണ്ടി തയ്യാറെടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ഫുൾ പ്രോസസ്സ് പലർക്കും മനസ്സിലാവാൻ സാധ്യതയില്ലായിരിക്കും. കാരണം ഇപ്പം തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസംബർ 2022 സ്റ്റാർട്ട് ചെയ്ത നോട്ടിഫിക്കേഷൻ വന്ന ഒരു എക്സാമിന് ഒരു വ്യക്തി പഠിക്കുന്നത് നവംബർ 2022 തൊട്ടായിരിക്കും എന്ന് വിചാരിക്കുക. അതിൻ്റെ പ്രിലിംസ് കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ട് വന്നു, മെയിൻസ് എക്സാം എഴുതി, അവസാന റാങ്ക് ലിസ്റ്റ് 2024 വന്നു. ഓക്കെ, കുഴപ്പമില്ല. റാങ്ക് ലിസ്റ്റ് 2024 അതിൻ്റെ ഫസ്റ്റ് അഡ്വൈസ് പോയേക്കുന്നത് തന്നെ നവംബർ 25, 2026 എന്ന് പറയുമ്പോൾ 2 കൊല്ലം, നവംബർ 2022 മുതൽ നവംബർ 2026, 2 കൊല്ലത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ 2 കൊല്ലം വേണ്ടി വരും ഒന്ന് ജോലിയിൽ കയറാനായിട്ട്. ഇത് മനസ്സിലാക്കേണ്ട വളരെയധികം അത്യാവശ്യമാണ്. പുതിയ ഉദ്യോഗാർത്ഥികൾ ഇതിനുവേണ്ടി ഇത്തരം എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ 2 ഇയേഴ്സ് എന്തായാലും മാറ്റി വെക്കേണ്ടി വരും. ഇനി ഓൾസോ ഇത്തരം ഒരു വീഡിയോ ചെയ്തതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, ഇപ്പോൾ പല കോമ്പറ്റേറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളും ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന ഇഷ്യൂ ആണ് വീട്ടിൽ നിന്നും അതേപോലെ സമൂഹത്തിൽ നിന്നുമുള്ള ഒരു പ്രഷർ. ഇത്ര നാളായിട്ടും ജോലി ആയില്ലേ, എന്തുകൊണ്ടാവുന്നില്ല എന്നുള്ള കുറേ ചോദ്യങ്ങളും കാര്യങ്ങളും. അപ്പം അതും അവർക്കതിൻ്റെ പല സ്റ്റേജസിനെ കുറിച്ച് ഒരു അറിവില്ലാത്തത് കൊണ്ടാണ് അവരിങ്ങനെ ചോദിക്കുന്നത്. ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു ഡിഗ്രി ലെവൽ എക്സാമിൽ നമ്മൾ പരീക്ഷ എഴുതി ജോലി കയറുന്നതിന് മിനിമം ഒരു 2 ഇയേഴ്സ് എങ്കിലും എങ്ങനെ പോയാലും എടുക്കും. സോ നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഇത് നിങ്ങളുടെ അച്ഛനും അമ്മയും കാണിക്കുക. അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവട്ടെ, 2 ഇയേഴ്സ് എടുക്കുമെന്നുള്ള കാര്യം. അതേപോലെ തന്നെ UPSC വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സംവാട്ട് UPSCയേക്കാൾ കൂടുതൽ ടൈം എടുക്കുന്ന ഒരു എക്സാമായി PSC എനിക്കിപ്പോൾ അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.